ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. യെരൂശലേമിൻ തെരുവിലൂടെ കുരിശുമരം ചുമന്നു കാൽവരിയിൽ നടന്നു പോയവൻ. ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള, ശോഭിത പട്ടണത്തിൽ മുത്തുകളാലുള്ള വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ, വീടുകൾ തീർത്തിട്ടു വേഗത്തിൽ വരും അവൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ, സ്വർഗീയ സന്തോഷമെന്നിലും ഇന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയായി ഇരുൾ നിറം മാറിടുമേ. നീതി സൂര്യൻ വരുമ്പോൾ തൻ പ്രഭയിൽ കാന്തിയായി ഇരുൾ നിറം മാറിടുമേ. രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ, രാജരാജ പ്രതിമയെ ധരിപ്പിച്ചിട്ടെന്നെ താൻ. കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും, കൂടവേ ഇരുത്തുന്ന രാജാവു വേഗം വരും. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ.
ചോദിക്കുന്നേ, പാദങ്ങൾ പൊങ്ങുന്നേ, എന്നിങ്ങോ വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ, എന്നിങ്ങോ വന്നെന്നെ ചേർത്തിടും പ്രേമകാന്തൻ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിயின் സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടി നിൽക്കുവാൻ ദൈവം തന്ന ഈ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. അതിപ്രകാരമാണ്: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ലെറ്റ് നോട്ട് ട്രബിൾ യുവർ ഹാർട്ട്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിലേക്ക് വരുന്ന ഒരു സമയമായിരുന്നു അത്. തൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷ, ഈ ലോക ജീവിതത്തിൽ താൻ കണ്ടതായ കാര്യങ്ങൾ, താനൊരു മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ച് അനുഭവിച്ച കാര്യങ്ങൾ എല്ലാം കർത്താവിന് വളരെ വ്യക്തമാണ്. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യരാശിയുടെ വീണ്ടെടുപ്പെന്ന മഹാപർവം താണ്ടിക്കടക്കുവാനാണ്. എന്നാൽ അവൻ ഈ ജനത്തെ ആശ്വസിപ്പിക്കേണ്ടതായ ഒരു സാഹചര്യം വരികയാണ്. ആ കാലഘട്ടത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടമായപ്പോഴേക്കും യേശു മാനസികമായ സംഘർഷങ്ങളിലൂടെയും വ്യതകളിലൂടെയും കടന്നു പോവുകയാണ്. കാരണം തനിക്ക് നേരിടുവാൻ വരുന്ന ഭയാനകവും ബീഭത്സവുമായ കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് യേശുക്രിസ്തുവിന് ബോധ്യമുണ്ട്. അവൻ്റെ ശരീരത്തിൽ ഏൽക്കുന്ന മുറിവുകളോ അല്ലെങ്കിൽ അവൻ കൊല്ലപ്പെടുവാനുള്ള കാര്യമോ അവനെ വ്യതയിലാക്കുന്നില്ല. അവൻ കൊല്ലപ്പെടുമെന്ന് തന്നെ അവനറിയാം, അത് വഹിക്കേണ്ടവനാണെന്ന് അവനറിയാം. എന്നാൽ അതൊന്നുമല്ല അവൻ്റെ മനോവ്യസനത്തിന് കാരണം. ഈ ജനം തന്നെ അറിയുന്നില്ല. ഈ ജനത്തിൻ്റെ ഹൃദയമെല്ലാം തടിച്ചിരിക്കുകയാണ്. ഈ ജനത്തിൻ്റെ ഹൃദയം കലക്കത്തിലായിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാനായി കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. അവൻ ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കുവാനാണ്. പുസ്തകച്ചുരുളിൽ തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് നിവർത്തിപ്പാനാണ് അവൻ ഇവിടെ വന്നത്. ക്രൂശിന്മേൽ പിശാചിൻ്റെ തലയെ തകർത്ത് നിത്യജീവൻ കൊടുക്കുവാനാണ് അവൻ ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ജനം കലക്കത്തിലായി പോയിരിക്കുകയാണ്. മനുഷ്യരാശി എന്തെന്നില്ലാത്ത വിധം ജീവിതത്തിൽ ഉഴലുകയാണ്. ജീവിതത്തിൽ ഒരു എത്തും പിടിയും കിട്ടാതെ മനുഷ്യൻ അലറി നടക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു വന്നിട്ടുണ്ടെങ്കിലും യേശുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഒരു ജയജീവിതം കാണിച്ചു കൊടുത്തതാണ് മനുഷ്യന്. എങ്ങനെ മനുഷ്യനായി നിന്നുകൊണ്ട് പാപത്തെ ജയിക്കാമെന്നും എങ്ങനെ പിശാചിനെ വെല്ലുവിളിച്ച് ജീവിക്കാമെന്നും യേശു കാണിച്ചു കൊടുത്തതാണ്. എന്നാൽ മനുഷ്യന് ഇത് പ്രശ്നമല്ല. മനുഷ്യൻ യേശുവിലേക്ക് നോക്കുന്നില്ല. മനുഷ്യൻ പിശാചിൻ്റെ കൂടെ പോകുന്നത് വേദനയോടെ ദൈവം നോക്കി നിൽക്കുകയാണ്. എന്നാൽ രക്ഷപ്പെടാനുള്ള മനുഷ്യൻ്റെ ത്രാണിയൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് കർത്താവിന് മനസ്സിലാകുന്നു. രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, എന്നാൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നുവെന്ന്. അതുകൊണ്ട് കർത്താവ് അവരെ ആശ്വസിപ്പിക്കാൻ പോവുകയാണ്. അതാണ് നാം വായിച്ചത്, ഈ നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന്. കർത്താവ് വീണ്ടും പറയുകയാണ്, ഒരു ഉദ്ധാരണം വരുന്നുണ്ട്, ഒരു രക്ഷ വരുന്നുണ്ട്, ഒരു വിടുതൽ വരുന്നുണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിലൂടെ പറയുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. എത്ര വലിയ ഒരു വാക്യമാണ് പറഞ്ഞത്. കർത്താവ് പറയുകയാണ്, നിങ്ങളെ എൻ്റെ അടുക്കിലേക്ക് ഞാൻ ചേർക്കാൻ പോവുകയാണെന്ന്. ഒരു രക്ഷാ ദൗത്യത്തിൻ്റെ പൂർത്തീകരണമാണ് പറഞ്ഞത്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളെ ഇരുത്താൻ പോവുകയാണെന്ന് ഒരു വാഗ്ദത്തമോടെ നൽകുകയാണ് കർത്താവ്. എന്നാൽ ജനം പാപത്തിലും ഈ ലോകത്തിലും മുഴുകി ജീവിക്കുകയാണ്. ആത്മീയ സമ്പുഷ്ടതയുണ്ടെന്നെല്ലാം ചിലർ അവകാശപ്പെടും. അനേകം ക്രൈസ്തവ ലോകത്തിലെ അനേകം ആളുകളുടെയും ഹൃദയം കള്ളന്മാരുടെ ഗുഹയായി തീർന്നിരിക്കുകയാണ്. ഒരുപക്ഷെ
ചലിക്കുന്ന ശവക്കല്ലറകളെന്ന് വിളിക്കത്തക്ക രീതിയിലാണ് ഓരോ ക്രൈസ്തവനും ഇന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അനേകരിലും മായം കലർത്തിയ ആത്മീയ ജീവിതമാണ് വരുന്നത്. ഒരു എത്തുംപടിയില്ലാത്ത ആത്മീയ ജീവിതം. യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായിട്ട് അംഗീകരിക്കുവാൻ മടിയുള്ള ഒരു ആത്മീയ ജീവിതം. കർത്താവ് യേശുക്രിസ്തു എന്ന വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നതാണ്. വെളിച്ചം ഈ ലോകത്തിൽ വന്നിട്ടും വെളിച്ചത്തെ തിരിച്ചറിയാതെ മനുഷ്യൻ അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. എവിടെയാണ് വെളിച്ചമെന്ന് നോക്കിക്കൊണ്ട് ഓരോ ക്രൈസ്തവനും നോക്കി നടക്കുകയാണ്. യേശു കൺമുമ്പിൽ നിൽക്കെ, യേശുക്രിസ്തുവിനെ കൺമുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ, യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി വരച്ച് നിൽക്കെ അനേകം ക്രൈസ്തവരും അന്ധകാരത്തിൽ തപ്പിത്തടഞ്ഞ് നടക്കുകയാണ്. നിത്യപ്രകാശമാകുന്ന യേശുവിനെ അവർ അറിയുന്നില്ല. ഈ കാര്യം കർത്താവായ യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവാചകൻ പ്രവചിച്ചിരുന്നതാണ്. യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞതാണ്, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെടുമെന്ന്? അവൻ വരണ്ട നിലത്തെ ഒരു ഇളയ തൈ മാത്രമാണെന്ന്. യേശുവിനെക്കുറിച്ച് അത്രയേ യഹൂദന്മാർ കരുതിയിട്ടുള്ളൂ. അവൻ വരണ്ട നിലത്തെ ഒരു ഇളയ തൈ മാത്രമാണ്. അവന് രൂപഗുണമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്ത സൗന്ദര്യമില്ല. അവൻ വ്യസനം ശീലിച്ചവനായും രോഗം ശീലിച്ചവനായും ഇരിക്കുകയാണ്. ആരും അവനെ തിരിഞ്ഞു നോക്കുന്നില്ല, എല്ലാവരും അവനെ പുച്ഛിക്കുകയാണ്. വെളിച്ചം ലോകത്ത് വന്നിട്ടും വെളിച്ചത്തെ ആരും മനസ്സിലാക്കുന്നില്ല. അത് തന്നെയാണ് അന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിച്ച അതേ കാര്യം തന്നെയാണ് ഇന്നും സംഭവിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തു എന്ന വെളിച്ചം ഒരുവൻ്റെ ജീവിതത്തിൽ മുന്നിൽ കത്തി നിന്നിട്ടും അവൻ അതിലേക്ക് നോക്കാതെ ആ പ്രകാശത്തെ സ്വന്തം ജീവിതത്തിലേക്ക് അനുഭവിക്കാൻ പറ്റാതെ വേറെ വഴികൾ തേടിപ്പോകുന്നു. യേശുക്രിസ്തു എന്ന ഏകസത്യ ദൈവത്തിൻ്റെ വഴി മുന്നിൽ പിതാവാം ദൈവം വെച്ച് തന്നിട്ടുണ്ട്. എന്നാൽ മനുഷ്യനത് വേണ്ട. മനുഷ്യൻ വേറെ ഓരോ സംരംഭങ്ങളും തേടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, വില കൊടുക്കുന്നില്ല. കർത്താവ് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ഒരു വിഭാഗം പറയും, ഞങ്ങൾക്ക് കർത്താവ് ഉണ്ടെന്ന് പറയും. കാരണം ഞങ്ങളുടെ ഭൗതിക ജീവിതത്തിൽ ഞങ്ങൾ നോക്കുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് ചെയ്തു തന്നൊരാളുണ്ട്. അത് ദൈവമാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. ദൈവം ഞങ്ങളുടെ കൂടെ ഇല്ല എങ്കിൽ ഞങ്ങൾക്ക് ഈ കണ്ട സ്വത്തൊന്നും വരികയില്ലായിരുന്നുവല്ലോ, ഞങ്ങൾക്ക് ഈ കണ്ട പുരോഗതിയൊന്നും വരികയില്ലായിരുന്നുവല്ലോ. അതുകൊണ്ട് ദൈവം ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് പലരും പറയുന്നത്. എന്നാൽ ചിലരും പറയും ഞങ്ങൾക്കൊന്നിനും കുറവില്ല, ദൈവം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം വ്യക്തമായും സുതാര്യമായും നടക്കുന്നുണ്ട്, പിന്നെ ദൈവത്തിൻ്റെ ആവശ്യം എന്താണെന്ന് പറയും. എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും കിട്ടിക്കൊണ്ടാണിരിക്കുന്നത്. ഒരു വിശ്വാസി അതിനാൽ ചഞ്ചലപ്പെട്ടു പോവുകയാണ്. ദൈവത്തെ അറിയാത്തവർക്കും ദൈവത്തോട് പ്രാർത്ഥനയില്ലാത്തവർക്കും ദൈവത്തോട് കൂട്ടായ്മയില്ലാത്തവർക്കും എല്ലാം സമൃദ്ധിയായി വരുന്നു. വിശ്വാസി ചഞ്ചലപ്പെട്ടു പോകുന്നു. എന്താണ് ഇതിന് കാരണം? അതിനെ കോമൺ ഗ്രേസസ് എന്നാണ് പറയുന്നത്. സൂര്യപ്രകാശം സഹോദരങ്ങളെ, അത് ഉദിച്ചുയർന്നാൽ സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. അവിടെ മാനസാന്തരപ്പെട്ടവർക്ക് മാത്രമുള്ളതല്ല സൂര്യപ്രകാശം. ദൈവത്തെ അറിഞ്ഞവർക്ക് വേണ്ടി മാത്രമുള്ളതല്ല സൂര്യപ്രകാശം. സൂര്യപ്രകാശം സകല ജനത്തിനും വേണ്ടിയുള്ളതാണ്. തിന്മ പ്രവർത്തിക്കുന്നവനും വ്യാജത്തിൽ കഴിയുന്നവനും കൂടിയുള്ളതാണ് സൂര്യപ്രകാശം. സഹോദരങ്ങളെ, അതിനെയാണ് കോമൺ ഗ്രേസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു വിശ്വാസിക്ക് കിട്ടുന്ന എന്താണ്? വിശ്വാസിക്ക് കിട്ടുന്നതാണ് സ്പെഷ്യൽ ഗ്രേസ് അഥവാ കൃപ എന്ന് പറയുന്നത്. നാം വായിച്ച വേദഭാഗത്തിൽ യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യത്തിൽ കൃപയാണ് പറയുന്നത്. കൃപ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അത് കൃപയുടെ വാക്യമാണത്. കൃപയാണ് അവന് കൊടുക്കുന്നത്. അത് കോമൺ ഗ്രേസസിൽ വരുന്നതല്ല. ദൈവത്തെ അറിയുന്നവനെയും ദൈവത്തിന് കൂട്ടാളിയാകുന്നവനെയും യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചവനും നൽകുന്ന കൃപയാണ് ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം എന്നുള്ളത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ലെറ്റ് നോട്ട് ട്രബിൾ യുവർ ഹാർട്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഈ കലക്കത്തിന് ദാവീദെന്ന് ഉപയോഗിച്ച വാക്ക് ആത്മാവിൻ്റെ ഞരക്കമെന്നായിരുന്നു. എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്ന് ദാവീദെന്ന് പറഞ്ഞതാണ്. ഹൃദയത്തിൻ്റെ കലക്കം ഓരോ മനുഷ്യനെയും വേട്ടയാടുകയാണ്. ഓരോ മനുഷ്യനും ഹൃദയം ചഞ്ചലപ്പെട്ടു പോവുകയാണ്. ഒരു സമയത്ത് അവൻ്റെ ഹൃദയം ചാഞ്ചല്യപ്പെട്ടു പോവുകയാണ്. യൂദാ സ്കറിയോത്താവ് അങ്ങനെയുള്ളൊരു വ്യക്തിയായി മാറിപ്പോയി. ഒരു കാലത്ത് കർത്താവിൻ്റെ കൂടെ നടന്നവനാണ്. കർത്താവിൻ്റെ കൂടെ തന്നെ നടക്കുകയും ചരിക്കുകയും വചനം കേൾക്കുകയും കർത്താവിനൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തു പോന്നവനാണ്. എന്നാൽ ഒരു കാലത്ത് അവൻ്റെ ഹൃദയം കലക്കത്തിലായിപ്പോയി. അന്ത്യനാളുകളിൽ അവൻ്റെ ഹൃദയത്തിന്മേലെ കലക്കം വന്നു. എന്ത് സംഭവിച്ചു? അവൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തു പോയി. എന്തുണ്ടായി? 3.5 വർഷക്കാലം കൂടെ നടന്നവനാണവൻ. 3.5 വർഷക്കാലം ദൈവത്തിൻ്റെ വചനം കേട്ടവനായിരുന്നു. എന്നാൽ ഇതുപോലെ തന്നെയാണ്
അനേകർ ആരാധനയിലൂടെ നടക്കുന്നുണ്ട്. ആരാധനയിലൂടെ ക്രിസ്തുവിൻ്റെ പിൻഗാമികളെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. കൂട്ടായ്മയിലൂടെയും മറ്റ് എല്ലാത്തരം സംരംഭങ്ങളിലൂടെയും ദൈവത്തോട് ചേർന്നവരാന്ന് പറയുന്നു. എന്നാൽ ഹൃദയം കലക്കത്തിലായി പോവുകയാണ്. പെട്ടെന്ന് കലക്കത്തിലായി പോവുകയാണ്. ഇസ്കറിയോത്താവ് യൂദായ ഒരു കാര്യം ചെയ്തു. അവൻ മഹാപുരോഹിതൻ്റെ അടുക്കിലേക്ക് ചെന്നു. ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്ത് പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോഴാണ് മഹാപുരോഹിതൻ പറയുന്നത്, അതിന് ഞങ്ങൾക്കെന്താണ്, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം എന്നാണ് പറഞ്ഞത്. അതിന് ഞങ്ങൾക്കെന്താണ്, അത് നിന്റെ പ്രശ്നമെന്നാണ് പറഞ്ഞത്. 30 വെള്ളിക്കാശിന് വേണ്ടി കുറ്റമില്ലാത്ത രക്തത്തെ ഒറ്റിക്കൊടുത്തു. സഹോദരങ്ങളെ, ഇന്നത്തെ ക്രൈസ്തവ ഗോളത്തിൽ അനേകർ 30 വെള്ളിക്കാശ് പോലെയുള്ള വെള്ളിക്കാശുകൾ കരുതി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളിക്കാശുകളുടെ തൂക്കമൊത്ത് ആത്മീയ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളിക്കാശുകൾ പലതുമുണ്ട് സഹോദരങ്ങളെ. ഒരു നാൾ യൂദായുടെ നേരെ തിരിഞ്ഞ ആ വെള്ളിക്കാശ് സഹോദരങ്ങളെ, ഒരു നാൾ ഒരു ക്രൈസ്തവൻ്റെ നേരെ തിരിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? സഹോദര, നാം കൈ വെച്ചിരിക്കുന്ന വെള്ളിക്കാശുകൾക്ക് എന്ത് വിലയാണുള്ളത്? ഈ ലോകം തരുന്ന വെള്ളിക്കാശുകൾ സഹോദരങ്ങളെ ആരുടെയെല്ലാം കൈവശമാണിരിക്കുന്നത്. ഒരു നാൾ തിരിഞ്ഞ് നിന്നോട് ചോദിക്കും ആ വെള്ളിക്കാശ്, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം എന്ന് പറയും. സഹോദരങ്ങളെ, അത് ഈ ലോകം തന്നെ നമ്മളോട് പറയും, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം എന്ന്. അവർ നഷ്ടപ്പെട്ടു പോയാൽ ഈ ലോകത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? സഹോദരങ്ങളെ, ഒരാത്മാവ് നിത്യനരകത്തിലേക്ക് പോയാൽ ഈ ലോകത്തിൽ ആർക്ക് എന്ത് ഛേദമാണുള്ളത്? അവനവന് തന്നെയാണ് നഷ്ടം വരുന്നത്. ഒരുപക്ഷെ അവൻ്റെ കുടുംബത്തിനായിരിക്കാം നഷ്ടം വരുന്നത്, അവൻ്റെ മക്കൾക്കോ മാതാപിതാക്കൾക്കോ കൂട്ടായ്മയ്ക്കോ ആയിരിക്കാം നഷ്ടം വരുന്നത്. അല്ലാത്ത ആർക്ക് നഷ്ടം വരും സഹോദരങ്ങളെ? ലോകം അവനെ നോക്കി വിളിക്കും. 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുക്കുന്നവനെ നിന്നെ നോക്കി ലോകം വിളിക്കുന്നു, ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം എന്ന്. അത് ലോകം അങ്ങനെ വിളിക്കുമ്പോൾ സഹോദരങ്ങളെ, സ്വർഗമെന്ന് പറയും. സ്വർഗമെന്ന് പറയും, പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന അഗ്നിതരകത്തിലേക്ക് നീ പോകൂ എന്ന് പറയും. ഈ 2 കാര്യങ്ങളും കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്തവർ കേൾക്കാൻ പോകുന്ന വാക്കുകളാണ്. സഹോദരങ്ങളെ, നമ്മിൽ ആർക്കും അത് വരരുത്. ഈ ഭൂമിയിൽ ആർക്കും അത് വരരുത്. കാരണം ജീവൻ്റെ വചനം, ജീവൻ്റെ രക്ഷ എന്ന് പറയുന്നത് സകല ഭൂജാതികൾക്കും വേണ്ടിയുള്ളതാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ നാം ദൈവത്തിൻ്റെ വചനവുമായി നിൽക്കുന്നത്. ഓരോ രംഗങ്ങളിലും നാം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു കേൾപ്പിക്കുന്നത് അതിനു വേണ്ടിയാണ്. ആരും നഷ്ടപ്പെട്ടു പോകരുത്. അവസാന കാലത്ത് ദാറ്റ് ഈസ് യുവർ പ്രോബ്ലം എന്നൊരു വാക്ക് നാം ആരും കേൾക്കാൻ ഇടവരരുത്. ഒരുപക്ഷെ കർത്താവിൻ്റെ കൂടെ നടന്ന് ആരാധനയിൽ പങ്കെടുത്തവരും വചന ശുശ്രൂഷയിൽ പങ്കെടുത്തവരുമാകാം. എന്നാൽ സാത്താൻ കടന്നു വരും. സാത്താൻ കടന്നു വരുന്നവനെ തകർത്തു കളയും. സഹോദരങ്ങളെ, സാത്താന് ഇതൊന്നും പ്രശ്നമല്ല. ഈ ലോകത്ത് നാം എങ്ങനെ ജീവിച്ചു എന്നുള്ളതോ എവിടെയെല്ലാം ആത്മീയ രംഗത്ത് പോയി ചേർന്നു എന്നുള്ളതോ ഒന്നും സാത്താന് പ്രശ്നമല്ല. ഈ ലോകത്ത് നമ്മുടെ ഭവനം ഒരുപക്ഷെ കൂദാശ ചെയ്യപ്പെട്ടു എന്നുള്ളതൊന്നും സാത്താന് പ്രശ്നമല്ല. സാത്താൻ നമ്മുടെ ഏതെങ്കിലും ഭവനം സ്ഥാനം നോക്കി പണിതായെന്നുള്ളത് കൊണ്ട് സാത്താൻ കടന്നു വരാതിരിക്കുമോ? ഇല്ല, സാത്താൻ അതൊന്നും പ്രശ്നമല്ല. സാത്താൻ ഒരുപക്ഷെ തിരുശരീര രക്തങ്ങൾ അനുഭവിച്ചു എന്നുള്ളത് കൊണ്ടും സാത്താൻ കടന്നു വരാതിരിക്കുകയില്ല. അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ കടന്നു വരും. എന്നാൽ അവന് ഒരേ ഒരു കാര്യത്തിന് മാത്രമേ പേടിയുള്ളൂ. ഈ ലോകത്തിൽ അണ്ടകടാകത്തിൽ ഒരേ ഒരു കാര്യത്തിന് മാത്രമേ സാത്താന് പേടിയുള്ളൂ. എന്താണത്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തം. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിനെ മാത്രമേ സാത്താന് പേടിയുള്ളൂ. ക്രൂശിന്മേൽ അവൻ്റെ തല തകർത്ത പരിശുദ്ധ രക്തം, ആ പരിശുദ്ധ രക്തത്തിന് മാത്രമേ സാത്താന് പേടിയുള്ളൂ. ആ രക്തത്തിൻ്റെ മുദ്രയുള്ള ഒരു കുഞ്ഞിനെയും തൊടുവാൻ സാത്താൻ മെനക്കെടുകയില്ല. ആ രക്തത്തിൻ്റെ മുദ്രയുള്ള ഒരു ഭവനത്തെയും തൊടുവാൻ സാത്താൻ മെനക്കെടുകയില്ല. സാത്താൻ ആകെ പേടിയുള്ളത് ക്രൂശിന്മേൽ തൊരിഞ്ഞ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തെ മാത്രമേ ഉള്ളൂ. സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. സഹോദരങ്ങളെ, എന്താണ് ഈ ഹൃദയകലക്കത്തിൻ്റെ കാരണം? എന്തായിരിക്കാം ഈ ഹൃദയകലക്കത്തിൻ്റെ കാരണം? ഒന്നാമത്തെ കാരണം പാപവും ശാപവും സാത്താന്യ ബന്ധനങ്ങളുമാണ്. ഓരോ മനുഷ്യനെയും ക്രൈസ്തവനെയും പിശാച് തൻ്റെ ആവനാഴിയിലെ അസ്ത്രങ്ങളെ ഇത് വീഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാളയത്തിൽ കലക്കം, കുടുംബത്തിൽ കലക്കം, വ്യക്തിജീവിതത്തിൽ കലക്കം, എല്ലാ സ്ഥലങ്ങളിലും കലക്കം കൊടുത്തു വിടുകയാണ്. അതുകൊണ്ട് എന്താണ് നാം ചെയ്യേണ്ടത്? നാം പാപത്തെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പാപത്തെ നാം കണ്ടുപിടിച്ച് കർത്താവിന് മുമ്പാകെ ഏറ്റുപറഞ്ഞ് ഒരു കഴുകൽ പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ പാപം നമ്മെ സന്ദർശിക്കും. ഒരുപക്ഷെ പാപം മാനസിക രോഗമായി വരാം. ഒരുപക്ഷെ പാപം തലമുറകൾക്ക് ശാപമായി വരാം. പാപം നിത്യതയിൽ നമ്മെ കണ്ടെത്തും. ഇതെല്ലാം പാപത്തിൻ്റെ വലിയ ദോഷ ഫലങ്ങളാണ്. ഇതാണ് ഒന്നാമത്തെ കാരണം.
രണ്ടാമത്തെ കാരണം എന്തായിരിക്കാം? ഭയം, ആകുലചിന്ത, രോഗശങ്ക, സാമ്പത്തിക ഞെരുക്കം, അസമാധാനം, പാപം, പിണക്കം, രോഗം, ശാപം, ക്രോധം, കോപം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത്, അങ്ങനെ പോവുകയാണ്. സ്വയം, ഇതുപോലെ ഇത്യാദി കാര്യങ്ങൾ. ആ പട്ടിക ഒരിക്കലും തീരുന്നില്ല. ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വരുമ്പോഴും ഹൃദയം കലക്കത്തിലാകും. നമ്മുടെ ഹൃദയം കലക്കത്തിലായി പോകും. ഇതും കൊണ്ടുവരുന്നത് സാത്താനാണ്. എന്നാൽ അതിന് വ്യക്തമായ കാരണമുണ്ട്. നമുക്ക് വായിച്ചു നോക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ തേച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവീൻ. അവിശ്വാസമുള്ള ഹൃദയമാണ് കാരണം. അവിശ്വാസമുള്ള ഹൃദയം വന്നു കഴിയുമ്പോഴാണ് സാത്താൻ്റെ പ്രവർത്തനം അവിടെ വരുന്നത്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അവിശ്വാസമുള്ള ഹൃദയം വന്നു കഴിയുമ്പോൾ അവിടെ സാത്താൻ്റെ പ്രവർത്തനം തുടങ്ങുകയാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയും, ക്രിസ്തുവേശുവിൽ അഗ്രചർമ്മവുമല്ല, പരിച്ഛേദനയുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസമത്രേ കാര്യമെന്ന്. ഒരു വിശ്വാസ ജീവിതത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങേണ്ടിയിരിക്കുന്നു. ക്രിസ്തുവിൽ എന്ന പാറമേൽ അടിസ്ഥാനമിട്ടൊരു വിശ്വാസ ജീവിതമായിരിക്കണം നമുക്ക് വരേണ്ടത്. അല്ലാതെ ചാഞ്ചാടുന്ന വിശ്വാസമല്ല വരേണ്ടത്. എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാഞ്ചാടുന്ന ആത്മീയം, ഉറച്ച ആത്മീയമില്ലാത്തതിനാലാണ് പിശാച് കടന്നു വരുന്നത്. വ്യക്തമായ ഒരു ആത്മീയ കാഴ്ചപ്പാടുണ്ട്. ചാഞ്ചല്യപ്പെടാത്തൊരു ആത്മീയ കാഴ്ചപ്പാടുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമാണ്, എനിക്ക് എൻ്റെ യേശു വിട്ടിട്ട് മറ്റൊരു ജീവിതമില്ല, എൻ്റെ യേശുവിനെ ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കുന്നു എന്നൊരു രീതിയിലുള്ളൊരു ആത്മീയ ജീവിതം നമുക്ക് വന്നാൽ സഹോദരങ്ങളെ, അവിടെ പിന്നെ അവിശ്വാസത്തിൻ്റെ കാര്യം വരികയില്ല. അവിശ്വാസത്തിൻ്റെ കാര്യം വരാത്തതിനാൽ ഒരിക്കലും അവിടെ കലക്കം വരുന്നില്ല. ഒന്നാമത് അവിശ്വാസമായുള്ള ഹൃദയമായിരിക്കാം. രണ്ടാമത്തെ കാര്യം യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലുണ്ട്, അവയവങ്ങളിൽ പോരാടുന്നൊരു ഫോഗേച്ച എന്നുള്ളത്. ഈ ലോകത്തിലെ കലക്കത്തിന് കാരണമായി വരുന്നൊരു സംഭവമാണത്. നമ്മുടെ ശരീരത്തിൽ വാഴുന്ന ഒരു പാപപ്രമാണം എന്നാണ് പറയുന്നത്. അതിന് ഒരു പാപപ്രമാണം വാഴുന്നുണ്ട്. ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്ന ഒരു പാപപ്രമാണം നമ്മുടെ ശരീരത്തിലുണ്ട്. അത് നമ്മളുടെ അവയവങ്ങളിൽ ഒരു ഫോഗേച്ചയ്ക്ക് കാരണമാകുന്നു. അത് നമ്മുടെ അവയവങ്ങളിൽ ഇഷ്ടാനിഷ്ടങ്ങൾ നടത്തിയെടുക്കുവാനുള്ള ഒരു കാരണമായി തീരുന്നു. അതിലൂടെ പിശാച് കടന്നു വരുന്നു. അതിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ആത്മസംഘർഷത്തിലായി വരുന്നു. നമ്മുടെ ഹൃദയം കലക്കത്തിലായി പോകുന്നു. അപ്പോസ്തലൻ പറഞ്ഞു, എൻ്റെ ഹൃദയം കലക്കത്തിലേക്ക് വരികയാണെന്ന് ഉള്ളപ്പോഴാണ് അപ്പോസ്തലൻ പറഞ്ഞത്. എന്ത് പറഞ്ഞു? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യനാണെന്ന് പറഞ്ഞു. ഈ മരണത്തിനതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് അപ്പോസ്തലൻ ചോദിച്ചു. മൂന്നാമതായി യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ ഡിസപ്ഷൻ അഥവാ ഫോഷ്ക്ക് പറയുന്നു. ഫോഷ്ക്ക് വിശ്വസിക്കുകയും ഫോഷ്ക്ക് പ്രവർത്തിക്കുകയും പിശാച് ചെയ്യും. കാര്യങ്ങൾ ഇപ്രകാരമെല്ലാമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം. ഹൃദയത്തിൻ്റെ കലക്കമെല്ലാം വരാം. എന്നാൽ നാം ഇതിൽ നിന്ന് രക്ഷപ്പെടേണ്ടിയിരിക്കുന്നു. നാം എങ്ങനെയാണ് ഹൃദയകലക്കത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടത്? എങ്ങനെ ഇതിൽ നിന്ന് പുറത്തു കടക്കണം? കുറേ തിയോളജി പഠിച്ചാൽ നമുക്ക് ഇതിനകത്ത് നിന്ന് പുറത്തു കടക്കാൻ പറ്റുമോ? അല്ല, വലിയ വലിയ വാക്യങ്ങളെല്ലാം ഉരുവിട്ട് കഴിഞ്ഞു, അതെല്ലാം നമ്മുടെ ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ ഹൃദയകലക്കത്തിൽ നിന്ന് പുറത്തു കടക്കാൻ പറ്റുമോ? ഹൃദയത്തിൻ്റെ കലക്കത്തിൽ നിന്ന് നാം ഒരു വിശ്വാസി എങ്ങനെ പുറത്തു കടക്കണമെന്നുള്ളതാണ് കാതലായ ചോദ്യം. അതിന് നാം സഹോദരങ്ങളെ ആത്മീയത്തിൻ്റെ ബാലപാഠങ്ങളിലേക്ക് വീണ്ടും തിരിഞ്ഞു പോകണം. ആത്മീയത്തിൻ്റെ ബാലപാഠങ്ങളിൽ അത് പലരിലും തെറ്റിപ്പോകുന്നു. അത് ഇന്നും മനസ്സിലാകുന്നില്ല. ക്രൈസ്തവ ഗോളത്തിലെ പലർക്കും മനസ്സിലാകാതെ പല ആത്മീയ സത്യങ്ങളും ഇന്ന് നിലനിൽക്കുകയാണ്. ആ ബാലപാഠത്തിലേക്ക് നാം മടങ്ങിപ്പോകണം. ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി നാം മാനസാന്തരപ്പെടണം എന്നുള്ളതാണ്. നമുക്ക് വായിച്ചു കേൾക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനെന്ന്. മാനസാന്തരം എന്നുള്ളത് അങ്ങനെ ചുളിവിൽ കിട്ടുന്നതല്ല സഹോദരങ്ങളെ. ഏതെങ്കിലും കർമ്മപരിപാടികളിലെയോ കർമ്മമാർഗങ്ങളിലൂടെയോ ചുളിവിൽ സമ്പാദിക്കാമെന്ന ഒന്നല്ല മാനസാന്തരം എന്നുള്ളത്. അന്ന് ഒരു കാലത്ത് യോഹന്നാൻ സ്നാപകൻ യോർദാൻ നദിയിൽ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനേകർ വന്ന് തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് സ്നാനമേറ്റു മാനസാന്തര സ്നാനം കൊടുത്തുകൊണ്ടിരുന്നു. അപ്പോൾ സാധുക്യന്മാരും പരീശന്മാരും വന്നു ഞങ്ങളെയും സ്നാനപ്പെടുത്തണമെന്ന് പറഞ്ഞു. എന്നാൽ അവരെ നോക്കിക്കൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞു, സർപ്പസന്തതികളെ എന്നാണ് വിളിച്ചത്. വരുവാനുള്ള കോപത്തെ ഈ സ്നാനം കൊണ്ട് മാറ്റിക്കളയാമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? വരുവാനുള്ള കോപത്തെ ഈ കർമ്മപരിപാടി കൊണ്ടും ആചാരങ്ങൾ കൊണ്ടും ദൈവത്തിന് സ്തോത്രം ഇതെല്ലാം മാറ്റിക്കളയാമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്?
ചുളുവിൽ മാനസാന്തരം ഇല്ല സഹോദരങ്ങളെ. അതിന് നാം കോസ്റ്റ് കൊടുത്ത് നിൽക്കണം, അതിന് നാം വില കൊടുത്ത് നിൽക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കൽ യോശുവയോട് ദൈവം പറഞ്ഞു, അന്ന് യോർദാൻ കടന്നുകൊണ്ട് ഇസ്രായേൽ മക്കളെ അവിടെ പുനഃപ്രതിഷ്ഠിച്ച് എല്ലാ സ്ഥലങ്ങളിലും ആക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ദൈവം യോശുവയെ വിളിച്ചത്. യോശുവയെ, നീ ഇസ്രായേൽ മക്കളെ ഒരു തീക്കല്ല് കൊണ്ടൊരു കത്തി ഉണ്ടാക്കി രണ്ടാമതൊരു പരിച്ഛേദന ചെയ്യണമെന്ന് പറഞ്ഞു. യഹോവ കൽപ്പിച്ച പ്രകാരം യോശുവ തീക്കല്ല് കൊണ്ടൊരു കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമത് പരിച്ഛേദന ചെയ്തു. സഹോദരങ്ങളെ, ഒരു രണ്ടാമത്തെ പരിച്ഛേദനയ്ക്ക് നാം തയ്യാറാവുന്നുണ്ടോ? കാര്യം നാം മാനസാന്തരപ്പെട്ടവരായിരിക്കാം, ഒരു ദൈവ വഴിയിൽ നടന്നവരായിരിക്കാം. എന്നാൽ ഹൃദയത്തിൽ മ്ലേച്ഛതയുണ്ടെങ്കിൽ ഒരു രണ്ടാമത്തെ പരിച്ഛേദനയ്ക്ക് നാം ഇന്ന് പ്രഭാതത്തിൽ മേൽ തയ്യാറാവേണ്ടിയിരിക്കുന്നു. സഹോദരങ്ങളെ, ഒരു രണ്ടാം പരിച്ഛേദന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആവശ്യമാണ്. മാനസാന്തരപ്പെട്ടവർ വീണ്ടും മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്നു. ആത്മീയത്തിൻ്റെ ബാലപാഠത്തിലേക്ക് നാം തിരികെ പോകേണ്ടിയിരിക്കുന്നു. ഒന്നാമത് മാനസാന്തരം, രണ്ടാമത് വീണ്ടും ജനനം. നീക്കോദിമോസിനോട് കർത്താവ് പറഞ്ഞു, നീക്കോദിമോസേ, നീ വീണ്ടും ജനിക്കേണ്ടവനാകുന്നു. നീ ഇസ്രായേലിൻ്റെ ഉപദേഷ്ടാവാണെന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം, എനിക്കറിയാം, ഈ ലോകത്തിലെ എല്ലാവർക്കും അറിയാം. എന്നാൽ നീക്കോദിമോസേ, നീ വീണ്ടും ജനിക്കേണ്ടവനാകുന്നു. വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കാൻ പറ്റുകയില്ല. വീണ്ടുമുണ്ട് നീതീകരണവും വീണ്ടെടുപ്പുമുണ്ട്. ഇതെല്ലാം ആത്മീയ രക്ഷയുടെ ഓരോ ഘടകങ്ങളാണ്. ഇതെല്ലാം ആത്മീയമായിട്ടുള്ള ഓരോ സംഗതിയുടെ അടിസ്ഥാന പ്രമാണങ്ങളാണ്. ഈ ബാലപാഠത്തിലേക്ക് നാം തിരികെ വരണം. നീതീകരണവും വീണ്ടെടുപ്പും തരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തമാണ്. സഹോദരങ്ങളെ, റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 24-ാം വാക്യത്തിൽ പറയും, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ ഇതാ പരസ്യമായി നിർത്തിയിരിക്കുകയാണെന്ന്. സഹോദരങ്ങളെ, ഈ ആത്മീയത്തിൻ്റെ ബാലപാഠങ്ങളിലേക്ക് നാം മടങ്ങിയെത്തേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ ഹൃദയത്തിൻ്റെ കലക്കം മാറുകയുള്ളൂ. അതിനുവേണ്ടി നാം പ്രാക്ടിക്കലായിട്ട് ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ഒരു സമ്പൂർണ്ണ സമർപ്പണം വരണം. എൻ്റെ കർത്താവിൻ്റെ മുമ്പാകെ പാപമേറ്റു പറഞ്ഞുകൊണ്ടുള്ള ഒരു സമ്പൂർണ്ണ സമർപ്പണം നമുക്ക് വേണം. കർത്താവായ യേശു ക്രിസ്തു ഒരു ജയജീവിതം തരുവാനായി സ്വർഗസ്ഥ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ ഈ ഭൂമിയിൽ നിവർത്തിക്കുമെന്ന ഒരു തീരുമാനം നമുക്ക് വരണം. സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നുകമേറ്റുകൊണ്ട് ഞാൻ പഠിക്കുമെന്ന ഒരു തീരുമാനം നമുക്ക് വരണം. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൽ ഞാൻ വസിക്കുമെന്ന ഒരു തീരുമാനം വരണം. ഈ തീരുമാനങ്ങളെല്ലാം നമുക്ക് വരുമ്പോഴാണ് സഹോദരങ്ങളെ ഹൃദയത്തിൻ്റെ കലക്കം മാറുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, അവിടേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ വരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലോകത്തിലെ കലക്കത്തിന് കാരണമില്ല, ഈ ലോകത്തിലെ കലങ്ങിയ ഹൃദയത്തിന് ഒരു സ്ഥാനവുമില്ല. യേശു നമ്മുടെ രക്ഷകനായിട്ടുള്ളതിനാൽ അവൻ നമ്മെ കൈപിടിച്ച് ബയൂല നാട്ടിലേക്ക് കടത്തിക്കൊണ്ടുപോകും. സഹോദരങ്ങളെ, ആരാണ് ഇന്ന് ജീവിതത്തിൻ്റെ കലക്കത്തിൻ്റെ താഴ്വരയിലൂടെ പോകുന്നത്? ആരെങ്കിലും കണ്ണുനീർ താഴ്വരയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടോ? ആരെങ്കിലും ബാഹായും താഴ്വരയിലൂടെ സഞ്ചരിക്കുന്നവരുണ്ടോ? അവർക്ക് കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി പറയാം, എൻ്റെ അപ്പ നിൻ്റെ കരം പിടിച്ചുകൊണ്ട് ബയൂല നാട്ടിലേക്ക് കടക്കുവാനായി നീ തന്ന വാഗ്ദത്തമുണ്ടല്ലോ, നിൻ്റെ ഹൃദയം കലങ്ങിപ്പോകരുതെന്ന് നീ തന്ന വാഗ്ദത്തം, അത് ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ എൻ്റെ ശിഷ്ടായുസ് ഞാൻ കഴിക്കും. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം.